എടാ നീ പോയി ബെല്ലടിക്ക്. ആ മണിക്കൂട്ടത്തെ വല്യമ്മങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ചീത്ത പറയോ? നീ പോയി അടിക്കിയോ? ഒന്നും പറയില്ല, കണ്ടാലല്ലേ പറയുള്ളൂ. ഞാനേ ബെല്ലടിക്കുന്നില്ല, ആ ജനലിൽ കൂടെ അവനെ വിളിച്ചു നോക്കാം. ബെല്ലടിക്കുകയാണെങ്കിൽ എല്ലാവരും അറിയും. ജനലിൽ കൂടെ ആകുമ്പോ ആ റൂമിൽ ആരെയുള്ള വെച്ചാൽ അതല്ലേ കേൾക്കുള്ളൂ. മണിക്കുട്ടാ, മണിക്കുട്ടാ, ഡാ വാടാ, മുറ്റത്തേക്ക് വാടാ മണിക്കുട്ടാ. ആരത്? തക്കുടാ? ആ പാറുമോളെ, തക്കുടേനെ. മണിക്കുട്ടനോടെ മുറ്റത്തേക്ക് വരാൻ പറ, ഞങ്ങൾ ചൂണ്ടിടാൻ പോവാന്ന് പറ. ആ ഞാൻ ഇപ്പ പറയാം. എന്താടാ മണിക്കുട്ടനെ കിട്ടിയാ? പാറുമോൾ ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അവൾ ഇവിടെ നടി വരും. നീ എന്താണ് കാട്ടിയത്? ഞാൻ ടി വി ആണെന്ന് അറിയില്ലേ? ടി വി വെക്ക്. എന്നാ നീ ഇവിടെ ടി വി കണ്ടിരുന്നോ? അവര് പൊക്കോട്ടെ, നിന്നെ വിളിക്കാൻ വന്നതാ. ആരാ എന്നെ വിളിക്കാൻ വന്നത്? നിഖിലും തക്കുടും വന്നിട്ടുണ്ട്, അവര് മീൻ പിടിക്കാൻ പോവാ, ചൂണ്ടായിട്ടാ വന്നിട്ടത്. നീ ആങ്കി പൊക്കോ. എന്ത്? നിഖിലും തക്കുടും വന്നിട്ടുണ്ടോ? എവിടേക്ക്? ചൂണ്ടിടാനോ? ആഹാ, എന്നിട്ടാണ് നീ എന്നോട് പറയാതിരുന്നേ? ഞാൻ പോകുന്നുണ്ട്. ഇത് ഞാൻ അടുക്കളയിൽ വെക്കുന്നുണ്ട്, ഇതിനെങ്ങനെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞൊക്കെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ. ആ എനിക്കത് വേണ്ട നിന്റെ സാധനം. പോടാ, പോയി അത് അടുക്കളയിൽ കൊണ്ടുവെക്ക്. നീ പോയിട്ട് വേണം എനിക്കത് തിന്നാൻ. എത്ര നേരമായിടാ അവനെ കാത്തിക്കണു? വരുന്നുണ്ടെങ്കിൽ വരിക. ഡാ, നിങ്ങളെന്താ നേരത്തെ വരാന്നെ? ചൂണ്ടിടാൻ പോകണമെങ്കിൽ എന്നോട് പറയണ്ടേ? ഞാൻ നേരത്തെ ഒരുങ്ങി വന്നിരുന്നു. എടാ, എത്ര നേരമായിടാ എന്നാ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ കാത്തിക്കണു? അപ്പൊ നിങ്ങൾക്ക് ബെല്ലടിക്കാനില്ലേ? ഞാൻ ഓടി വരില്ലേ? എൻ്റെ വല്യമ്മങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചീത്ത പറയില്ലേ? അതാ ഞങ്ങൾ ബെല്ലടിക്കാഞ്ഞ്. മതി മതി, ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം നമുക്ക് പോവാം. എടാ തക്കുരു, എരേനൊക്കെ പിടിച്ചില്ലേ? അതൊക്കെ എന്റെ ബാഗിലുണ്ടടാ, നീ വായോ. എന്നാ ചൂണ്ടേണ്ടതായി, ഞാൻ പിടിച്ചോണ്ട്. അത് വേണ്ട, ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പിടിക്കാനും അറിയാം. ഓ അവന്റെ ഒരു ഗമ. എടാ നമ്മൾ എവിടേക്കാ ചൂണ്ടിടാൻ പോകുന്നത്? ഇവിടെ എവിടെയോട്ടോ ഒരു കുളം ഉണ്ടായിരുന്നു, ആ കുളത്തിൽ നിറയെ മീനുണ്ട്, അതിന് നമുക്ക് പിടിക്കടാ. ഞാൻ എന്റെ അച്ഛനും കൂടി ഇതുവഴി പോകുമ്പോഴാണ് മീനെ കണ്ടത്. ആ കുളത്തിൽ ആഴൊന്നുമില്ല, ചെറിയ കുളമാണ്. എന്തായാലും വാ, നമുക്ക് പിടിക്കാം. എന്തായാലും നടക്ക്, നമുക്ക് നോക്കിയാൽ മീനെ കിട്ടുമെന്ന്. ഇവളോട് പറ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇവളോട് വീട്ടിലിരിക്കാനല്ലേ പറഞ്ഞത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ചൂണ്ടിടാനല്ലേ പോണത്? ഞാനുണ്ട് അങ്ങോട്ട് ചൂണ്ടിടാന്. ഈ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒതുങ്ങിയിരിക്കില്ല. പൊയ്ക്കോ, വീട്ടിക്ക് പോ. പോടി അങ്ങട്. എടി പാറു, എന്നോട് തല്ലൂടെ നിൽക്കട്ടെ, ഇജ്ജ് പോയിക്കോ വീട്ടിക്ക്. നിങ്ങൾ തല്ലൂടല്ലേ? അവള് വന്നോട്ടെ. ആൾക്കറിയില്ല, ഈ പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ഒതുങ്ങിയിരിക്കില്ല അവിടെ. പോന്നാട്ടടാ, എന്തായാലും നമുക്ക് ഏറെ കൊളത്താൻ ഒരാള് വേണം. പാറുമ്പോ അവൾക്ക് പേടിയൊന്നുമില്ല, അവള് കൊളത്തിക്കോളും. അതിനെന്തിനാ അവള്? ഇജ്ജ് കൊളത്തിക്കൊള്ളില്ലേ? ഓൻ കൊളത്തിക്കൊള്ളില്ലേ? ഇവിടെ തന്നെ വേണോ? ഇന്നെ കൊണ്ട് കൊളത്താൻ വയ്യ. അനക്ക് കൊളത്തറിയോ? എന്നാ ഈ കൊളത്ത്. എടവെങ്കിലേ അനക്ക് കൊളത്തറിയോ? ഈ കൊളത്തോ? നിങ്ങൾ രണ്ടാളും കൊളത്തില്ലേ? ഞാനതുകൊണ്ടല്ലേ നിങ്ങളെ രണ്ടാളെയും കൂട്ടിയത്. അതാ പറഞ്ഞ, ഇക്കും പേടിയാണ്. മണിക്കുട്ടൻ കുളത്തേക്ക് കൊളത്തട്ടെ, എന്നാ ഓള് വീട്ടിൽ പൊക്കോട്ടെ. എരേനെ പിടിക്കാനും കൊളത്താനുള്ള പേടി എനിക്ക്, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. പോരെ ഇങ്ങോട്ട്. സമ്മതിച്ചോ? എല്ലാവർക്കും എന്നെ കൊളത്താൻ പേടിയല്ലേ? എനിക്ക് മാത്രമേ എന്നെ കൊളത്താൻ ധൈര്യമുള്ളൂ. പേടിത്തണ്ടന്മാര്. നീ മിണ്ടാതെ പിന്നാലെ വന്നോട്ടോ. അതടാ ആ കുളത്തിലാ. അവിടെ ആരും നിൽക്കുന്നുണ്ടല്ലോ. നീ അല്ലടാ പറഞ്ഞത് ഈ സ്ഥലം ആർക്കും അറിയില്ലാന്ന്. അതന്നെ ഞാൻ വിചാരിച്ചത്, ഈ സ്ഥലം ഇങ്ങനെ അവർക്ക് പിടികിട്ടിയത്. നോക്കിയോക്കാം, നമുക്ക് അവിടെ പോയിട്ട് ചൂണ്ടട്ടാക്കി നോക്കാം. എടാ, ഇവന്മാരെങ്ങനെ നമ്മുടെ ഈ സ്ഥലം മനസ്സിലാക്കിയത്? എനിക്കറിയില്ലടാ, ഈ സ്ഥലം എങ്ങനെ ഇവര് കണ്ടെത്തി? ഇനി ഇവർക്ക് എങ്ങനെ മീൻ കിട്ടുമോ? പിന്നെ നമ്മളിവിടെ എത്ര നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നമുക്കൊരു മീൻ കിട്ടിയോ? നമുക്ക് മീൻ കിട്ടിയില്ലെന്ന് പറയണ്ടാട്ടോ, ചോദിച്ചാൽ കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. എടാ, ഇങ്ങ് മീൻ കിട്ടിയോ അമലേ? ആ മണിക്കൂട്ടൻ നമ്മളെ വിളിക്കുന്നുണ്ടടാ. ഞാനും കേട്ടു. ആദ്യം ഒന്ന് മൈൻഡ് ചെയ്യണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മൈൻഡ് ചെയ്യാം. ഇവന്മാർക്ക് എന്താ ചെവിട് കേൾക്കണില്ല? പൊട്ടന്മാരാണെന്ന് തോന്നുന്നത്, വിളിച്ചിട്ട് മുണ്ടണില്ല. ഡാ അമലേ, നമുക്ക് മീൻ കിട്ടിയോ? ഞങ്ങൾക്ക് മീൻ കിട്ടി, 4 കിട്ടി. അത് കൊണ്ടയ്ക്കാൻ പോയിക്കാ. ഇവൻ ആരുടെ ഈ മീൻ പിടിക്കണോന്ന്? ഫിഷ് മേക്കറാന്ന് അവന്റെ വിചാരം. എന്താ കട്ടങ്ങളാ? ഇല്ലടി, കിട്ടിയിട്ടില്ലടി. 2-3 മീനും കിട്ടിയിട്ടുണ്ട്. 2 മീനെ കിട്ടിയിട്ടുണ്ട്. നിനക്കിപ്പോ എന്താ വേണ്ടത്? എടാ ചക്ക, ഈ പെണ്ണിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞാ ഒരൊറ്റ മീൻ ഈ വഴിക്ക് വരുന്നില്ല. പെണ്ണെ മിണ്ടാതെ പൊക്കോട്ടെ, ഒരൊറ്റ തട്ടിനാ വെള്ളത്തിൽ നീ കിടക്കും. ഇതിനൊക്കെ ആരുടെ
ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നീ ഇങ്ങോട്ട് പോരെ. അവിടെ എനിക്ക് നിൽക്കാൻ സ്ഥലമില്ല. ഞാൻ ഇവിടെ നിന്നോണ്ട് നിങ്ങൾ മീൻ പിടിക്കണം. ഞാനൊന്ന് നോക്കട്ടെ. ഇതുവരെയായിട്ട് ആർക്കും ഒരു മീൻ കിട്ടില്ല. ദേഷ്യം വരുന്നില്ല നിങ്ങൾക്കൊക്കെ? എന്തൊരു കഷ്ടം. ചൂണ്ടി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാം. എടാ ഞാൻ എന്നെ കൊത്തിയാ? ആടി ഞങ്ങൾ കൊത്തി. ചേടാ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞതല്ലേ ഞാന്? ഓ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഈ പെണ്ണ് കൊണാന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. മീനുകളൊന്നും ഈ വഴി വരുന്നില്ല. എടാ നമുക്ക് പോയാലോ? വാ എന്നാ നമുക്ക് പോവാം. എന്നെ പേടിച്ചിട്ട് പോവാ. ഇപ്പൊ എങ്ങനെയുണ്ട്? അവര് പോയി. ഇനി നമുക്ക് ഒറ്റയ്ക്ക് ചൂണ്ട പിടിക്കാം. എപ്പടി? കൊള്ളാം, പറഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിച്ചു. ഇനി അവിടെ കിടന്നിട്ട് നീ കൊണാ വർത്തമാനം പറയാൻ നിൽക്കരുത് കേട്ടോ. മിണ്ടാതിരിക്കാൻ, എന്നാലേ മീൻ വരുള്ളൂ. ശരി. ഞാൻ അപ്പോഴും പറഞ്ഞതാ ഈ പെണ്ണിനെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ മീൻ കിട്ടില്ല. ഇപ്പൊ എന്താണ്ടായേ? പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്കുക. നീ അവിടെ പാറയുടെ മുകളിൽ ഇരുന്നോ? അത് ശരി. മൂന്നെണ്ണത്തിനും കണ്ണ് കാണില്ല. ഞാൻ പറഞ്ഞു തന്നെ മീൻ അതിനെ പോയി ഒരു ഭാഗത്ത് എന്നെ ചൂണ്ടിട്ടാലും മീൻ കൊത്തൊന്നുമില്ല. എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വരിക പൊട്ടമാരി. എന്റെ ചേച്ചി ഇവിടെ നില്ല പിള്ളേര്. ഇവരോട് ഞാൻ പറയേണ്ടത് ഇങ്ങോട്ട് ഈ പോയത്. അമ്മേ അമ്മേ എന്താടി? അവര് ചൂണ്ട കയറ്റി മീൻ പിടിക്കാൻ പോയിക്കാന്നാ ജലചേച്ചി പറഞ്ഞു എന്നോട്. മീൻ പിടിക്കാനോ? എവിടേക്ക്? അതെനിക്കറിയില്ല. മൂന്നാളും കൂടി അങ്ങോട്ട് പോണാണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഇങ്ങോട്ട് വരട്ടെ, കൊടുക്കുന്നുണ്ട്. ചേച്ചി എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. വലിയ കുളത്തിലെ പുഴയിലേക്കൊക്കെ ആവും പോയിട്ടുണ്ടാവുക. ഇതിനോട് എത്ര പറഞ്ഞാലും മനസ്സിലാക്കില്ല. ശരി, നമുക്കൊന്ന് പോയിട്ട് വാങ്ങി നോക്കാം. അതെ, മീൻ പിടിക്കുന്നത് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇത് എന്തോന്ന് കാട്ടുവഴിയാ? ഇതിലൂടെയൊക്കെയാണോ ഇവര് നടന്നു പോകുന്നത്? അമ്മേ നീ നോക്ക്, ദാ അവര്. എടാ അമ്മേ, ചെറിയ മീൻ വരുന്നു. ഓടിക്കോ. അമ്മേ, ഞാൻ ഈ മണിക്കുട്ടനെ വിളിക്കാൻ വേണ്ടി വന്നതാ. എടി നടച്ചി, നീ ഞങ്ങളുടെ കൂടെ വന്നതല്ലേ? രണ്ടാണോ? നീ ഒന്നും പറയണ്ട. നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ കോത്തിക്ക് പുഴയ്ക്കൊന്ന് മീൻ പിടിക്കാൻ പോയതെന്ന്? അതിലേക്ക് ഞാൻ വീണ എന്താ സംഭവിക്കുക? വന്ന് കുറച്ച് കൂടുന്നുണ്ട് രണ്ടുപേർക്കും. നടക്കാണ്ട്. ഞാനല്ല പോയത്, ഈ മണിക്കുട്ടനാ പോയത്. നീന്തി പോയത്. പറഞ്ഞല്ലേ എന്നോട് ചോദിക്കാൻ ഒത്തിരി കൂടുന്നുണ്ട്.